നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുത്തങ്ങ ബന്ദിപ്പൂർ വനപാതയിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനം നിലവിൽ വന്നിട്ട് 15 വർഷത്തിലേറെയായി. ഈ നിയന്ത്രണം വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പ്രശ്നത്തിന് ഇനിയും പരിഹാരം കാണാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്കും ജനപ്രതിനിധികൾക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ അനുയോജ്യമായ തീരുമാനം ഉരുത്തിരിഞ്ഞു വരികയാണ്. ബന്ദിപ്പൂരിലെ വർഷങ്ങൾ നീണ്ട രാത്രിയാത്രാ വിലക്കിന് ശാശ്വത പരിഹാര നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ബന്ദിപ്പൂർ വനമേഖലയിലൂടെ 6 വരി തുരങ്കപാത നിർമ്മിക്കാനായി വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകി. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ബന്ദിപ്പൂരിലൂടെ മേൽപ്പാതയോ ബദൽപാതയോ നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ് വന്യജീവി സഞ്ചാരം തടസ്സപ്പെടുത്താത്ത തുരങ്കപാത നിർമ്മാണം. തുരങ്കപാത നടപ്പായാൽ വയനാട് വഴി മൈസൂരുവിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള യാത്ര സുഗമമാകുന്നതിനൊപ്പം പതിറ്റാണ്ടുകളായുള്ള രാത്രിയാത്രാ വിലക്കും ഒഴിവാകും. മേൽപാത, അതായത് എലവേറ്റഡ് പാത എന്ന കേരളത്തിന്റെ നിർദ്ദേശം മുഖ്യമന്ത്രിയും അറിയിച്ചിരുന്നതായി നിതിൻ ഗഡ്കരി പറഞ്ഞു. പ്രായോഗിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വനം പരിസ്ഥിതി വകുപ്പുകൾ ഇത് നിരസിച്ചു. കർണാടകവും ഇതിനോട് യോജിച്ചില്ല. അതിനാൽ പുതിയ മാർഗം തേടുകയാണെന്ന് ഗഡ്കരി പറഞ്ഞു. ദേശീയപാത അതോറിറ്റി അംഗം വെങ്കിട്ടരാമനോട് പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാനും നിർദ്ദേശിച്ചു. പദ്ധതി രൂപരേഖ കാട്ടി വെങ്കിട്ടരാമൻ ഇക്കാര്യം സംഘത്തോട് വിശദീകരിച്ചു. ദേശീയപാത 766 ഏറ്റവും വന്യജീവികളുള്ള ബന്ദിപ്പൂരിലെ 25 കിലോമീറ്റർ ഭാഗത്താണ് രാത്രി 9 മുതൽ രാവിലെ 6 വരെ യാത്രാ വിലക്കുള്ളത്. ഈ മേഖലയിലാണ് തുരങ്കപാത വരുന്നത്. ബന്ദിപ്പൂർ കേസ് ഇനി പരിഗണിക്കുമ്പോൾ തുരങ്കപാത നിർദ്ദേശം കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചേക്കും. തള്ളിയ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹുൻസൂർ ഗോണിക്കുപ്പ കുട്ടവഴി മാനന്തവാടിയിലെത്തുന്ന ബദൽപാത, കടുവ സങ്കേതത്തിലൂടെയുള്ള മേഖലകളിൽ മേൽപ്പാതയും വന്യമൃഗങ്ങൾക്ക് കടന്നുപോകാൻ അടിപ്പാതയും. നിലവിലുള്ള ദേശീയപാതയിൽ തന്നെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി 24 മണിക്കൂറും ഗതാഗതം സാധ്യമാക്കുകയാണ് നല്ലതെന്ന് 2018 സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി അറിയിച്ചു. ദേശീയപാതയിൽ കർണാടക ഭാഗത്ത് 4ഉം വയനാട്ടിൽ 1 അടക്കം 1 കിലോമീറ്റർ വീതം ദൈർഘ്യമുള്ള 5 മേൽപ്പാലങ്ങൾ. 2009 ജൂലൈ 27 മുത്തങ്ങ ബന്ദിപ്പൂർ വനപാതയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം നിലവിൽ വന്നത്. കർണാടക വനം വകുപ്പിന്റെ പരാതിയെ തുടർന്നാണ് മൈസൂരു ജില്ലാ കളക്ടർ രാത്രിയാത്രാ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാത്രി സഞ്ചാരം വന്യമൃഗങ്ങളുടെ സ്വാഭാവിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ചാമരാജനഗർ ഡെപ്യൂട്ടി കമ്മീഷണറാണ് രാത്രി 9 മുതൽ രാവിലെ 6 വരെ ഗതാഗതം നിരോധിച്ചത്. ഇതിനെതിരെ KSRTC അടക്കം ഹർജി നൽകുകയും ഒരു ഘട്ടത്തിൽ നിരോധനം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീനിവാസ ബാബു നൽകിയ ഹർജി പരിഗണിച്ച കർണാടക ഹൈക്കോടതി 2010 മാർച്ചിൽ നിരോധനം ശരിവെച്ച് ഉത്തരവിട്ടു. രാത്രിയാത്രാ നിരോധനം പിൻവലിക്കാനുള്ള സാധ്യതകൾ മങ്ങിയതോടെ ബദൽ മാർഗങ്ങൾ പലതും അധികൃതരുടെ പരിഗണനയിൽ വന്നു. വനത്തിലൂടെ മേൽപ്പാതകൾ നിർമ്മിക്കുന്നതായിരുന്നു ഇതിൽ പ്രധാനം. ഇടവിട്ട് 5 മേൽപ്പാതകൾ നിർമ്മിക്കാനുള്ള ഈ ശുപാർശ കർണാടക സർക്കാരിന്റെ എതിർപ്പിനെ തുടർന്ന് നടപ്പായില്ല. സുപ്രീം കോടതി അത്തരം പദ്ധതികളുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുൽ ഗാന്ധി MP ആയി എത്തിയതും കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതും എല്ലാം വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് നടന്നില്ല. അതിനാണ് പരിഹാരമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.